അച്ചൂട്ടിൻ്റെ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര പാടാണ് കേട്ടോ. ആൾക്ക് ഡ്രസ്സ് ഇടുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഓടക്കുഴലിൽ കൈ കൊടുത്തിട്ടാണ് കേട്ടോ അച്ചൂട്ടിനെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ അച്ചൂട്ടിനെ ഡ്രസ്സ് ഇടിപ്പിച്ച് സെറ്റ് ചെയ്ത് ഞങ്ങൾ എടുത്തു. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഘോഷയാത്രയാണ് കേട്ടോ. അപ്പോൾ അച്ചൂടിനെ കൃഷ്ണനെ ആക്കണം. അപ്പോൾ അച്ചൂടിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടേക്കാണ് ഡ്രസ്സും ഇടിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കിരീടവും മയിൽപ്പീലിയൊക്കെ സെറ്റ് ചെയ്യണം. നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ടാണ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേനും ആളെല്ലാം ഊരിക്കളയും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പണി പൂർത്തിയാകാത്ത ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാ കുട്ടികളും റെഡിയാകുന്നത്. അവിടെ അപ്പോൾ ഓടക്കുഴലും എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞങ്ങൾ ഞങ്ങൾ അച്ചൂട്ടിന് മേടിച്ചുകൊണ്ടാണ് പോയത്. ബട്ട് അവിടെ എത്തിയപ്പോഴത്തേനും അവർ വേറെ ഇത് വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് അത് തന്നു. പിന്നെ കുചേലിനാണ് അച്ചൂട്ടിന് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ എല്ലാം റെഡിയായി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും രാധമാരും കൃഷ്ണന്മാരെയൊക്കെ കൂടെ എല്ലാവരെയും കൂടി തൊഴാൻ പറഞ്ഞ് നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിലോട്ട്. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്തൊക്കെ പോയി എല്ലാവരും തൊഴുത് തിരിച്ച് വന്ന് പിള്ളേരുടെയൊക്കെ ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ. കുട്ടികളെയൊക്കെ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കണമായിരുന്നു. പക്ഷേ അച്ചൂട്ടിനെ അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ആൾ നിൽക്കില്ലാത്തതുകൊണ്ട് അച്ചൂട്ടിനെ നിർത്തിയില്ലായിരുന്നു. ബാക്കിയെല്ലാ വലിയ വലിയ കുട്ടികളൊക്കെ നിർത്തി ഫോട്ടോ എടുപ്പിച്ചിട്ട് അച്ചൂട്ടിനായിരുന്നു അതിനകത്ത് ഏറ്റവും ചെറിയ കുഞ്ഞായിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും തന്നെ അത്യാവശ്യം നിന്ന് ഓടി നടക്കുന്നതൊക്കെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഘോഷയാത്രയ്ക്കുള്ള റെഡിയായിട്ട് അവിടെ നിന്നു. അപ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ അവിടെ വിളക്കൊക്കെ കൊളുത്തി അവിടെ കുറച്ച് നേരം അവർ സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ശോഭായാത്രയിൽ അണിനിരക്കുന്ന ശ്രീകൃഷ്ണ ഭക്തജനങ്ങളെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും റെഡിയായിട്ട് നിന്ന് നമ്മളവിടെ നിന്ന് ഒരു 5:30 ആയിട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അച്ചൂട്ടിന് നല്ല ഉറക്കമായിരുന്നു. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണമായിരുന്നു കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഉറങ്ങിയതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആൾ. കുറച്ച് നേരത്തെ ഉറക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നടന്നൊക്കെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനാന്ന് തോന്നുന്നു ആൾ നല്ല ഉറക്കമായി. പിന്നീട് നമ്മൾ ഏകദേശം പുത്തൻകുരിശൊക്കെ എത്തിയപ്പോഴത്തേനും ആൾ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് കഴിഞ്ഞ് ആൾ കുറച്ചൊക്കെ ഒരു മൂശാട്ടൊക്കെ വന്നായിരുന്നു. പിന്നെ ആൾ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളങ്ങനെ നമ്മുടെ മെയിൻ അമ്പലത്തിൽ അവിടെ എത്തിച്ചേർന്നു. ഒത്തിരി സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ശോഭയാത്രയിൽ പങ്കെടുത്തവർക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങി വിതരണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശോഭയാത്രയിൽ പങ്കെടുത്ത എല്ലാവർക്കും അവരവരിയ്ക്കുന്ന സ്ഥലത്ത് വെള്ളവും പ്രസാദവും വിതരണം ചെയ്യാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചുകൊണ്ടിരുത്തി. നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് ഒത്തിരി സ്ഥലത്തു നിന്നുണ്ടായിരുന്നു. ഘോഷയാത്ര വന്ന് ചേർന്നത് ഈ അമ്പലത്തിലാണ്, നമ്മുടെ പുത്തങ്കാവ് അമ്പലത്തിലാണ്. അപ്പോൾ അവിടെ വന്ന് ഓരോ ചെയറിലും ഓരോ നദികളുടെ പേരിങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്കും അതായത് ഗ്രൂപ്പുകളിലാക്കി അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുത്ത് പിന്നീട് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സോങ് നമ്മളിതിനകത്ത് കോപ്പി റൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചാൽ സോങ് ആഡ് ചെയ്തിട്ടില്ല. സോങ് ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ വോയിസ് ഇട്ടിരിക്കുന്നത്. പരിപാടികളൊക്കെ നല്ലതായിരുന്നു. നല്ലപോലെ കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ചൂട്ടിനാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് അവിടെ ഇരുന്ന് നല്ല തുള്ളലായിരുന്നു. അപ്പോഴാണ് ആളെന്നെ കണ്ടത്. അപ്പോഴത്തേനും എൻ്റെ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് കരച്ചിലായിരുന്നു. പിന്നീട് അച്ചൂട്ടിനെ ഞാനെടുത്ത് ബാക്കി കുറച്ച് ഡാൻസുകളൊക്കെ കൂടെ ഞങ്ങൾ കണ്ടിട്ടോ. ഞങ്ങൾ അധികം നേരം നിന്നില്ല. കുറച്ച് പരിപാടികളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഒരു 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.